ഹായ് ഗൈസ്, ഞങ്ങള് പാഞ്ചാലി മേടിലാണ്, ഇടുക്കി. ഇന്ന് രാവിലെ അല്ല ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രിപ്പാണിത്. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസത്തെ തുണിയും കൊണ്ട് വന്ന ആൾക്കാരാണ്. എന്നിട്ട് പടപടേന്ന് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് അടുത്ത ദിവസത്തിനുള്ള തുണിയും ഒക്കെ റെഡിയാക്കി ഇറങ്ങിയതാണ്. ഇത് ഭയങ്കര ഫോട്ടോഷൂട്ട്. അയ്യോ, ചിന്നപ്പനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ വരില്ല, പക്ഷെ അച്ഛൻ വിളിച്ചാൽ വരും. ചിന്നപ്പൻ എത്ര വേണേലും അച്ഛനെ അതെ, നമ്മൾ വിളിച്ചാൽ വരില്ല, പക്ഷെ അച്ഛൻ എത്ര വിളിച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ അവൾ എത്ര വേണേലും പോസ് ചെയ്യും. പാഞ്ചാലി വീട് കാണിച്ചില്ല. ഇതാണ് പാഞ്ചാലി വീട്. നേരെ തിരിഞ്ഞാ കാണുന്നത് വീഡിയോയിൽ. ചെറിയൊരു വെയിലുണ്ട്, എന്നാൽ ചൂടില്ല. വെയിലുണ്ട്, ചൂടില്ല, തണുത്ത കാറ്റാണ്. എന്താന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ പ്ലാൻ ചെയ്ത് ഒരുപാട് പ്ലാൻ ചെയ്താൽ നടക്കില്ല എന്ന് പറയില്ലേ, ഇത് പടേന്ന് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതി രാത്രി പ്ലാൻ ചെയ്യുന്നു, നാളെ രാവിലെ നമുക്ക് ഇടുക്കിക്ക് വിട്ടാലോ എന്ന്, അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അതായത് അമ്മ അച്ഛനും പിന്നെ അപ്പയും ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും ഉണ്ട്. കുടുംബത്തോടെ ഇറങ്ങിയതാണ്, ഒരു 10 പേര്. അപ്പം അങ്ങനെ നല്ല സ്ഥലം, പാഞ്ചാലിമേട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ചിന്നപ്പനും അച്ഛനും ഫോട്ടോഷൂട്ടാണ്. സാഹസികമായ ഫോട്ടോഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് എടുക്കണ്ടേ? ഞങ്ങളും എടുക്കും. നമുക്ക് ഈ വെള്ളത്തിൽ ചാടിയാലോ? അങ്ങനെ നമ്മൾ മണ്ഡപത്തിൽ നിന്നിറങ്ങി സക്സസ്ഫുള്ളി എല്ലാ ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല വരുമാനമാണ്. വളരെ നല്ല വരുമാനമാണ്. ആരാണ്ടൊക്കെയോ പറഞ്ഞായിരുന്നു, പട്ടം ഒഫീഷ്യൽ തുടങ്ങിയിട്ട് നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ ഇടും. വ്ളോഗായിരിക്കും ചിലതൊക്കെ പാട്ടിന്റെ കവറായിരിക്കും. എനിക്ക് മാത്രം ബാധകമല്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തില്ല? അല്ല, താങ്കൾക്കും ബാധകമാണ്, അതുകൊണ്ട് പറയാണ്. അപ്പോൾ എവിടെയായിരുന്നു പറഞ്ഞത്? കയറാൻ അല്ല, നമ്മൾ ടോപ്പിക്ക് വിട്ടുപോയി. നമ്മൾ പട്ടത്തിന്റെ കാര്യമാണ് കാര്യമാണല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടം എന്ന് പറയുന്ന പേജ് ഫാമിലി ആയിട്ട് തുടങ്ങിയത്. അതെ, നിനക്കിടാം, ചിന്നപ്പനിടാം, അച്ഛനും വേണമെങ്കിൽ ഇടാം. പക്ഷെ നമ്മൾ ബിസി ആവുമല്ലോ. ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ സ്ഥിരം പറയുന്നത്. എക്സാം ആയിരുന്നു, അതെ, അത് സത്യല്ലേ? അതിനുശേഷം സമയം കിട്ടിയിട്ടില്ല. പലരും എന്നെ വിളിച്ചിട്ട് പട്ടം പൊട്ടിപ്പോയി എന്നോട് ചോദിക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, വരാതിരിക്കില്ല, സമാധാനിപ്പിച്ചു. പ്രായം അനുവദിക്കുന്നില്ല. എത്രയൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് നടന്നാലും പ്രായം തന്നെയല്ലേ? സത്യം. അപ്പൊ അതിന്റെ ഒരു കയറ്റം കയറുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത്. പിന്നെ അപ്പൊ ഇനി തൊട്ട് ഞാനില്ലെങ്കിലും ഞാൻ സെൽഫി സ്റ്റിക്ക് നല്ല ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനില്ലെങ്കിലും പാറു അല്ലെങ്കിൽ ചിന്നപ്പനെ കാണിച്ചേ. പാറും അല്ലെങ്കിൽ ചിന്നപ്പൻ വീഡിയോ തനിയെ റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. നമ്മൾക്കും സ്കെഡ്യൂളൊക്കെ നോക്കിയിട്ട് നമ്മള് പയ്യെ അങ്ങോട്ട് നോക്കാം. ചിന്നപ്പന് വേണമെങ്കിൽ ചിന്നപ്പനെ കാണട്ടെ ഇങ്ങോട്ടോ. ചിന്നപ്പന് വേണമെങ്കിൽ ഗിറ്റാർ വായിച്ച് പാട്ടും പാടി ഇടാം. ചേച്ചിക്ക് വയലിൻ വായിച്ചിടാം. കയ്യിലുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്, പക്ഷെ വീഡിയോ ഇടാൻ മാത്രം ആർക്കും കഴിവാണില്ലാത്തത്. കഴിവുകേടായിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. അലങ്കാരമായാണ് ഞാൻ. അപ്പോൾ ഇവർക്കൊക്കെ വീഡിയോ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ മെക്കിട്ട് വരരുത്. ഇവർക്കും അതിനുള്ള തുല്യമായ അവകാശം കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നാലും ചാനലൊക്കെ തുടങ്ങിയത് അമ്മയച്ഛനാണ്. അപ്പൊ പിന്നെ അമ്മയച്ഛനല്ല, നമ്മൾ 3 പേരും കൂടിയാണ് തുടങ്ങിയത്. അച്ഛൻ തുടങ്ങിയെന്നല്ല, അച്ഛൻ ഇത് എന്താ വെട്ടത്ത് വന്നിട്ടില്ല ഇതുവരെ. ശരിയാ. അപ്പോൾ പട്ടം ചോദ്യം മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ അതുകൊണ്ട് ഇനി തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കൂടി ആഴ്ചയിൽ 1 വെച്ചെങ്കിലും വീഡിയോ
ആഴ്ചയിൽ ഒരെണ്ണം വെച്ചെങ്കിലും വീഡിയോ ചിന്നപ്പനും എടുക്കണം, പാറുമ്മ എടുക്കണം. നിങ്ങൾ എടുക്കാത്ത സമയം ഞാനൊരു പാട്ടെങ്കിലും പാടിയിടുന്നതായിരിക്കും. ഓക്കെ, ഒന്നുമില്ല, ഇവര് നമുക്ക് കാണാവേ നോക്കാം. ഇവര് ഒന്നുമില്ല, വീട്ടില് വെറുതെ ബോക്സ് ഓൺ ചെയ്ത് വെച്ച് മൈക്ക് വെച്ച് പാടുന്നുണ്ട്. ഇത് മതി ഷൂട്ട് ചെയ്യാൻ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് അതെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പട്ടം അങ്ങനെയെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ. എന്നിട്ട് അവർക്ക് അതിന് പറ്റുന്നില്ല ഇല്ലേ? നിങ്ങൾ വീട്ടിൽ വെച്ച് പാടുന്നില്ലേ രണ്ടുപേരും? ഏതാണ്ടൊക്കെയല്ല പാടുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ചിന്നപ്പൻ ഗിറ്റാർ പഠിക്കുന്നുണ്ട്. ചിന്നപ്പന് ഗിറ്റാർ വായിച്ച് വേണേ പാടാം അല്ലേ ചിന്നപ്പ? ആണല്ലോ, ഇപ്പോൾ റെഡിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അമ്മയും അച്ഛനും എൻജോയ് ചെയ്യുന്നത് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഇരിപ്പ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പരുന്തുംപാറയിലോട്ട് യാത്ര ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ റിസോർട്ടിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നൂല കേട്ടോ. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു നല്ല കാറ്റ്, നല്ല വ്യൂ. അതെ, ഒരു പ്രത്യേക രസം അല്ല ചിന്ന? ചിന്നപ്പനെ എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. നല്ല സമാധാനം സത്യം. ചിന്നപ്പനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. വന്നിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ചോണ്ടാണ് വന്നത്. വന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങ് ആടാൻ തുടങ്ങി. എന്താണ് നമ്മുടെ തേയിലത്തോട്ടവും ഫുൾ പച്ചപ്പാ. ഈ പാറയൊക്കെ പുല്ല് നിറഞ്ഞിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പാറുവിനെ ഇവിടെ താമസിക്കണമെന്നുണ്ട്. ഞാൻ ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ അമ്മ പിന്നെ എന്നെ കാണൂല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രി കയറി വന്നേ. എന്ത് രസാന്നറിയോ ഇവിടെ. നോക്കിയേ ഓക്കെ, അടിപൊളിയല്ലേ? ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല തിരിച്ച്. ഞങ്ങൾ പരുന്തുംപാറയിലെത്തി. ഇവിടുത്തെ കാറ്റ് കണ്ടോ? ഇവിടെയൊക്കെ ചിക്കായി. എല്ലാവരും പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇവിടുന്ന് പോകണമെന്നില്ല. എന്താ കാറ്റെന്നറിയോ, തണുപ്പ്. അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കോടമഞ്ഞിങ്ങനെ എന്താ അലമ്പ്. അപ്പോൾ പാറുവിനിങ്ങനെ അലമ്പ് കാണിക്കാന്ന് മനസ്സിലായില്ലേ? കുറേ നേരമായി ഇതും വെച്ചുകൊണ്ട് ഊതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര കോടമഞ്ഞിങ്ങനെ മൂടിയിട്ട് ഒന്നും കാണുന്നില്ല. ആദ്യം വന്നപ്പോൾ ഈ കൊക്കയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഫുള്ള് മൂടിപ്പോയി. കണ്ടോ, ഫുള്ള് മൂടിപ്പോയി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മഴക്കോള് ഉണ്ട്, ഇടിയുണ്ട്, ചെറിയ ഇടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുക. റിസോർട്ടിൽ പോയിട്ട് കാണാം.